എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുക്കർ പാലട പ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും സദ്യയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പല വിഭവങ്ങൾ ഉണ്ടാക്കേണ്ട ആ ഒരു തിരക്കിൽ മണിക്കൂറുകളോളം ഇളക്കി ഉണ്ടാക്കേണ്ടതാണ് ഈ പാലട. അപ്പോൾ അങ്ങനെയൊന്നും മെനക്കെടാതെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു കുക്കർ പാലട പ്രഥമൻ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ നമ്മൾ പാലട ഇന്ന് കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 200 ഗ്രാം പാലടയാണ്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ചേർക്കാം. ആദ്യം നമുക്ക് പാലട നന്നായി കഴുകിയെടുക്കാം. അതിനുശേഷം നമുക്ക് ചൂടുവെള്ളത്തിലൊരു 20 മിനിറ്റ് നേരമാണ് സോക്ക് ചെയ്ത് വെക്കേണ്ടത്. അപ്പോഴേക്കും പാലടയൊക്കെ നന്നായി വെന്ത് കിട്ടുന്നതാണ്. പാലട തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ കുക്കർ എന്ന് പറയുന്നത് 6 ലിറ്ററിൻ്റെ കുക്കറാണ്. അതുപോലെ വലിയ കുക്കറിൽ വേണം ഈ ഒരു പാലട പ്രഥമൻ തയ്യാറാക്കാൻ. 250 ml ആണ് എൻ്റെ ഒരു കപ്പ്. ഇതുപോലത്തെ 6 കപ്പ് പാലാണ്. 1, 2 കപ്പ്, 3 കപ്പ്, 4 കപ്പ്, 5 കപ്പ്, 6 കപ്പ്. അങ്ങനെ നമ്മളിതിലേക്ക് 6 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അതായത് 1.5 ലിറ്റർ പാല്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 3/4 കപ്പിൽ കൂടുതൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതായത് 1 കപ്പിൽ കുറച്ച് കുറവാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് പഞ്ചസാര അലിയുന്ന വരെയാണ് ഒന്ന് ഇളക്കി യോജിപ്പിക്കേണ്ടത്. തുറന്നു വെച്ചാണ് വേവിക്കുന്നത്. പാല് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് അട വേവിക്കുന്നതിന് വേണ്ടിയിട്ട് അല്പം വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അട വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അട വേവിക്കാനുള്ള വെള്ളമൊക്കെ നന്നായി വെട്ടി തിളച്ചിട്ടുണ്ട്. ഇത്രയും തിളച്ചാൽ മതി. ഇനി ഇത് നമുക്കിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് അടയിലേക്ക് ചേർക്കാം. 2 പ്രാവശ്യം അടയൊക്കെ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ ചൂടുവെള്ളം ചേർക്കുന്നത്. അതിനുശേഷം ഒരു 20 മിനിറ്റ് നേരമാണ് നമുക്കിതൊന്ന് അടച്ചു വെക്കേണ്ടത്. അപ്പോഴേക്കും അടയൊക്കെ നന്നായി വെന്ത് കിട്ടുന്നതാണ്. അതിനത് അടയൊക്കെ നന്നായി അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 20 മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമ്മൾ ചേർത്തിട്ടുള്ള പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞ് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ചു വയ്ക്കാം. അതിനത് പാലൊക്കെ ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. അടപ്പിനകത്ത് വാഷറൊക്കെ ഇട്ട ശേഷം നമുക്കത് അടച്ചു വയ്ക്കാം. ഇനി ഇതിലൂടെ സ്റ്റീം വരാൻ തുടങ്ങിയ ശേഷമാണ് നമ്മൾ വെയിറ്റ് ഇടേണ്ടത്. അതിനുശേഷം സ്ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുക്കറിൽ നമുക്ക് 1 മണിക്കൂർ കൊണ്ടാണ് കുക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം പിന്നെ ഒരു അരമണിക്കൂർ നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ടാണ് നമ്മൾ അട ചേർക്കുന്നത്. ആവി വരുന്നവരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. ആവി വന്ന് വെയിറ്റ് ഇട്ട ശേഷമാണ് നമ്മൾ ഫ്ലെയിം കുറയ്ക്കേണ്ടത്. അങ്ങനെ നമ്മൾ അടയൊക്കെ ചൂടുവെള്ളം ഒഴിച്ച ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അടയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് അട നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് സ്ട്രെയിനറിലൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അങ്ങനത് അടയെല്ലാം നന്നായി വെള്ളത്തിലൊന്ന് കഴുകിയെടുത്ത ശേഷം സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കുക്കറൊക്കെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ നേരം കഴിഞ്ഞ ശേഷമാണ് നമുക്കത് തുറക്കേണ്ടത്. അങ്ങനത് ഒരു അരമണിക്കൂർ നേരം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇത് നല്ല പിങ്ക് കളറിൽ തന്നെ പാലായി കിട്ടിയിട്ടുണ്ട്. ഈ പിങ്ക് പാലിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള അടയാണ് ചേർക്കുന്നത്. ഇനി ഒരു 15 മിനിറ്റ് നേരം ഒന്ന് അടയും പാലുമായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അങ്ങനെതാ ഞാൻ അടയും പാലുമായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് നേരം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലാണ് തിളപ്പിച്ചെടുക്കേണ്ടത്. അപ്പോഴേക്കും നമ്മുടെ പാലടയൊക്കെ നന്നായി കുറുകി കിട്ടുന്നതാണ്. ഈ സമയത്ത് മധുരമൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാം. മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്.
അപ്പോൾ ഈ പഞ്ചസാര നോക്കിയ സമയത്ത് കറക്റ്റാണ് മധുരം. പക്ഷെ നമ്മുടെ പാലട എന്ന് പറയുമ്പോൾ കുറച്ച് മധുരം കൂടുതലായിട്ടാണല്ലോ നിൽക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് നേരമാണ് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുന്നത്. ഇനി പാലട ഒന്ന് കുറുകി വരുന്നവരെയാണ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടത്. നമുക്കറിയാമല്ലോ പാലട കുറച്ചും കൂടി ഒരു തിക്കായിട്ടാണ് വരുന്നത്. ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായി വരുന്നതാണ്. ആ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായി ഒന്ന് മെൽറ്റായി വരുന്നവരെ നമുക്കൊരു 15 മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ തിളപ്പിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ പാലും അടയൊക്കെ ഒരേ രീതിയിൽ തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു രീതി ആവുന്നവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പീസ് അൺസാൾട്ടഡ് ബട്ടറാണ്. അത് ഈ ചൂട് കിടന്ന് തന്നെ മെൽറ്റ് ആയിക്കൊള്ളും. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാലട പ്രഥമനാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ കുക്കറിൽ അധികം മെനക്കെടാതെ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുക്കർ പാലട പ്രഥമനാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അങ്ങനെ നമുക്ക് പാലട പ്രഥമനെ ഒരു സെർവിങ് പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ കുക്കറിൽ പാലട തയ്യാറാക്കുന്ന സമയത്ത് ഒരു 3-4 വിസിലൊക്കെ വരും. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് ടൈമിംഗ് നോക്കിയാൽ മതി. 1 മണിക്കൂർ വരെ നമ്മൾ ഈ ഒരു പാലട കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ പാല് ചേർക്കുന്ന സമയത്ത് ഞാൻ 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് മിസ്സായിട്ടുണ്ട്. 6 കപ്പ് പാലിന് 1/2 കപ്പ് വെള്ളം കൂടിയാണ് നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്നത്. അപ്പോൾ 4-5 മണിക്കൂറൊക്കെ പാലൊക്കെ കുറുക്കി തയ്യാറാക്കുന്ന അതേ ഒരു ടെക്സ്ചറിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു പാലട പ്രഥമൻ തയ്യാറാക്കിയിരിക്കുന്നത്. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും അധികം മെനക്കെടാതെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ കുക്കർ പാലട പ്രഥമൻ. സാധാരണ 3-4 മണിക്കൂർ നേരം വേണം നമുക്ക് ഈ ഒരു പാലടയൊക്കെ തയ്യാറാക്കി എടുക്കാൻ. പക്ഷേ കുക്കറിൽ നമുക്ക് 1 മണിക്കൂർ കൊണ്ടാണ് ഈ ഒരു പിങ്ക് കളർ പാലട തയ്യാറാക്കുന്നത്. ഒട്ടും ഫ്ലോപ്പ് ആവാത്ത ഈ ഒരു പാലട പ്രഥമൻ എല്ലാവരും ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.